സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 8 പേർക്ക് ദാരുണാന്ത്യം. ഒരാളെ കാണാതായി. 3 ദിവസത്തെ മഴയിൽ 97 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു. വ്യാപക കൃഷിനാശവും ഉണ്ടായി. 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 72 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം വഴയിലേക്ക് സമീപം കാറിന് മുകളിൽ മരം വീണ വിതുര തൊളിക്കോട് സ്വദേശി മോളി മരിച്ചു. വീടിന്റെ ചുമരിടിഞ്ഞു വീണ് പാലക്കാട് വടക്കാഞ്ചേരി കണ്ണമ്പ്ര കൊട്ടക്കോട് പരേതനായ ശിവദാസന്റെ ഭാര്യ സുലോചനയും മകൻ രഞ്ജിത്തും മരിച്ചു. കിടപ്പുരോഗിയായ സുലോചനയും മകനും താമസിച്ചിരുന്നത് ഒറ്റമുറി വീട്ടിലായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഉറക്കത്തിലായിരുന്നു ദുരന്തം സംഭവിച്ചത്. ഇന്നലെ രാവിലെ വീട് ഇടിഞ്ഞു കിടക്കുന്നത് കണ്ട് നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. ശനിയാഴ്ച രാത്രി വെള്ളിയാറയിൽ കാണാതായ അലനെല്ലൂർ സ്വദേശി യൂസഫിന്റെ മൃതദേഹം നാട്ടുകാർ കണ്ടെടുത്തു. പാലക്കാട് മുതുകുന്നിപ്പുഴയിൽ പുത്തൻ വീട്ടിൽ രാജേഷിനെയാണ് കാണാതായത്. നാളികേരം പെറുക്കുന്നതിനിടയിലാണ് രാജേഷിനെ കാണാതായത്. കണ്ണൂരിൽ പെയിന്റിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെള്ളക്കെട്ടിൽ വീണാണ് ചൊക്ലി ഒളിവിലം മേക്കര വീട്ടിൽ താഴേക്കുനിയിൽ കെ ചന്ദ്രശേഖരൻ മരിച്ചത്. ഇന്നലെ രാവിലെയാണ് മൃതദേഹം കണ്ടത്. മട്ടന്നൂർ കോളാരി കുംഭമൂലം ഇല്ലത്ത് വളപ്പിൽ കുഞ്ഞാമിനെയെ വയലിലെ ആൾമറയില്ലാത്ത കിണറിലാണ് മരിച്ച നിലയിൽ കണ്ടത്. ഭക്ഷണം പാകം ചെയ്യാൻ വാഴയില പറിക്കാൻ വയലിൽ പോയതായിരുന്നു. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് തിരുവല്ലയിൽ മേപ്രാത്തറയിൽ പുല്ല് ചെത്താൻ പോയ റജിയും വയനാട്ടിൽ പുൽപ്പള്ളി ചീയമ്പത്ത് സുധനും മരിച്ചു. പാലക്കാട് ചിറ്റൂർ പുഴ മധ്യത്തെ പാറയിൽ കുടുങ്ങിയ സ്ത്രീ അടക്കമുള്ള 4 അംഗ കുടുംബത്തെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒഡീഷയ്ക്ക് മുകളിലുള്ള ന്യൂനമർദ്ദം ദുർബലമായ ശേഷം ജൂലൈ 19 വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാം. അടുത്ത 5 ദിവസം വടക്കൻ കേരളത്തിലടക്കം മഴ ശക്തമാകും. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരും. കേരള തീരത്ത് 24 മണിക്കൂറിനകം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോട്ടയം ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം പാലക്കാട് ജില്ലയിൽ രാത്രിയിലെ മഴ രാവിലെയും ശക്തി പ്രാപിക്കുകയാണ്. മലയോര മേഖലയിലും ഇടവിട്ട് എന്ന മട്ടിൽ മഴ ശക്തിയായി തുടരുകയാണ്. ഭാരതപ്പുഴ, ചിറ്റൂർ, ഗായത്രിപ്പുഴ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത മലയോര മേഖലയിലേക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണം കർശനമായി പാലിക്കാൻ ജില്ലാ ഭരണകൂടം പ്രത്യേക പരിശോധന തുടങ്ങിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിനും നിയന്ത്രണമുണ്ട്. ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും കൂടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. മൂലത്തറ റെഗുലേറ്റർ തുറന്നിട്ടുണ്ട്. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 27-ൽ 26 ഷട്ടറുകളും തുറന്ന നിലയിലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.